ഹായ് ഓൾ, ഇന്ന് നമ്മൾ പാനൽ സ്കേർട്ടാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പാനൽ സ്കേർട്ടും കാലി സ്കേർട്ട് അല്ലെങ്കിൽ കലിദാർ ലെഹങ്ക ഇതെല്ലാം സെയിം മെത്തേഡിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കതിൻ്റെ ഡെമോ നോക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ഫാബ്രിക് പീസാണ് ഇമാജിൻ ചെയ്യുക. അതിൻ്റെ സെൽവേജ് മുകളിലും താഴെയും വരുന്ന രീതിയിൽ നമ്മൾ പ്ലേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഫോൾഡ് കൊടുത്തു, അതിനുശേഷം പിന്നീട് ഞാൻ ഒരു ഫോൾഡ് കൂടെ കൊടുത്തു, എഗെയിൻ വീണ്ടും ഒരു ഫോൾഡ് കൂടെ കൊടുത്തു. ഞാൻ ഈ മെത്തേഡിൽ 8 പാനൽസ് വെച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ 3 ഫോൾഡാണ് കൊടുത്തേക്കുന്നത്. സോ അത് നമുക്ക് നിവർത്തുമ്പോഴത്തേക്കും കറക്റ്റ് 8 പാനൽസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ 8 കാലീസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്യാനായിട്ട്, അതായത് ഈ 8 പാനൽസ് വരുന്ന മെത്തേഡിൽ ചെയ്യാൻ ഞാൻ 2 മീറ്റർ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് എത്രത്തോളം പാനൽസ് കൂടുന്നോ അതിനനുസരിച്ച് ഫാബ്രിക്കിൻ്റെ ലെങ്ത്തും കൂടും കേട്ടോ. അപ്പം ഒത്തിരി ഫാബ്രിക് ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി പാനൽസിൽ ചെയ്യാവുന്നതാണ്. സോ ചിലരിതെല്ലാം ഇതേപോലെ ഒരുമിച്ച് വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യും. അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇതേപോലെ ഓരോ പീസും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം പോയിന്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ കേട്ടോ. സോ ഇനി നമുക്ക് എത്ര പാനൽസ് എടുക്കുമ്പോൾ എത്ര ലെങ്ത് വേണം എന്നുള്ളത് കണ്ടുപിടിക്കാനാണ്. അതിൻ്റെ ഇക്വേഷനാണ് നമ്പർ ഓഫ് പാനൽസ് ഇൻറ്റു സീം അലവൻസ് പ്ലസ് വേസ്റ്റ് ഇൻറ്റു ബോട്ടം സൈസ് ഫാക്ടർ. അപ്പോൾ നമ്പർ ഓഫ് പാനൽസ് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യുക. ഞാനിവിടെ 8 പാനൽസിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ 8 ഇൻറ്റു സീം അലവൻസ് എത്രയാണെന്ന് നോക്കുക. അതായത് 2 പാനൽസും തമ്മിൽ ചേർത്ത് അറ്റാച്ച് ചെയ്യാൻ നമ്മൾ 2 സൈഡിലും കുറച്ച് തയ്യൽ തുമ്പിടണം. അതാണ് സീം അലവൻസ്. അത് ഞാൻ ഇവിടെ എടുക്കുന്നത് 1 ഇഞ്ചാണ്. അതായത് 2 സൈഡിലും ഹാഫ് ഇഞ്ച് വെച്ചിട്ട്. നിങ്ങളിപ്പോൾ 2 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ 2 സൈഡിലും 1 ഇഞ്ച് വെച്ചായിരിക്കും വരുന്നത്. ഇനി വേസ്റ്റ് റൗണ്ട് ആണ്. 5-year-old കിഡിൻ്റെ സൈസ് ഷർട്ടാണ് ഞാനിവിടെ ഫോളോ ചെയ്യുന്നത്. സോ വേസ്റ്റ് റൗണ്ട് വന്നിട്ട് 25 ഇഞ്ചാണ്. ദെൻ ബോട്ടം സൈസ് ഫാക്ടർ. നമ്മൾ പാനൽ സ്കേർട്ട് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, മുകളിൽ വീതി കുറവും താഴത്തോട്ട് നല്ല ഫ്ലെയറും ആയിരിക്കും. അപ്പം നമ്മൾ മുകളിൽ എടുക്കുന്ന വാല്യൂവിൻ്റെ കുറച്ച് ഫ്ലെയർ മതിയെങ്കിൽ നമുക്ക് 3 ഇരട്ടി എടുക്കാം. അതല്ല അതിലും കൂടി കുറച്ചുകൂടെ ഫ്ലെയർ വേണമെങ്കിൽ 4 ഇരട്ടി എടുക്കാം. അതല്ല ഒത്തിരി ഫ്ലെയർ വേണമെങ്കിൽ നമുക്ക് മുകളിൽ എടുക്കുന്ന വിട്ടിനെക്കാട്ടിലും 5 ഇരട്ടി താഴെ എടുക്കാം. അപ്പം ഞാനിവിടെ 3 ഇരട്ടിയാണ് മുകളിൽ എടുക്കുന്ന വിട്ടിനെക്കാട്ടിലും എടുക്കുന്നത്. സോ അപ്പം നമുക്ക് കിട്ടുന്നത് 83 ഇഞ്ചാണ്. ഇനി ഈ ഇഞ്ചിനെ നമുക്ക് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് 39 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 40 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. ഞാനിവിടെ 40 വെച്ച് ഡിവൈഡ് ചെയ്യാണ്. അപ്പം നമുക്ക് എത്ര മീറ്റർ ഫാബ്രിക് വേണമെന്നുള്ളത് നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. 2 മീറ്റർ ഫാബ്രിക്കാണ് നമുക്ക് ഈ പാനൽ സ്കേർട്ട് ചെയ്യാനായിട്ട് വേണ്ടത് കേട്ടോ. അപ്പോൾ ഈ എടുത്തിരിക്കുന്നത് 2 മീറ്റർ ഫാബ്രിക്കാണ്. അത് ഞാൻ ഒരു ഫോൾഡ് കൊടുത്തു, അതിനുശേഷം വീണ്ടും ഒരു ഫോൾഡ് കൊടുത്തു, ദെൻ പിന്നെയും ഒരു ഫോൾഡ് കൊടുത്തു. ഇവിടെ ഞാൻ വേസ്റ്റ് റൗണ്ട് ഈസ് ഇല്ലാണ്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ വേസ്റ്റ് റൗണ്ട് എടുക്കുമ്പോഴത്തേക്കും 2 ഇഞ്ച് എക്സ്ട്രാ ഈസും കൂടി കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഈസ് ഇല്ലാണ്ടാണ് വേസ്റ്റ് റൗണ്ട് ഇപ്പം 25 ഇഞ്ച് എടുത്തേക്കുന്നത്. സോ അങ്ങനെ നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്ത് കിട്ടുമ്പോൾ കണ്ടോ 8 ഫാബ്രിക് പീസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ, ഞാൻ 2 സൈഡിലും പിൻ കുത്തിയേക്കുന്നത് നമുക്കൊന്ന് ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ സ്കേർട്ടിൻ്റെ ലെങ്ത് ആണ്. അത് ഞാൻ വേസ്റ്റ് ബാൻഡ് ഇല്ലാണ്ട് 22 ഇഞ്ചാണ് എടുക്കുന്നത്. താഴെ ഞാൻ സീം അലവൻസ് എടുക്കുന്നില്ല, കാരണം താഴെ ഞാൻ ബോർഡർ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ആകെ നമ്മൾ വേസ്റ്റ് റൗണ്ടും കൂടി ചേർത്ത് 23 ഇഞ്ചാണ്. അപ്പം വേസ്റ്റ് ബാൻഡ് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വരുന്നത് 21.5 ഇഞ്ചാണ്. കാരണം വേസ്റ്റ് ബാൻഡ് ഞാൻ 1.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. സോ ആ 21.5യോടൊപ്പം 1/2 ഇഞ്ച് നമ്മൾ വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്യാൻ സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ 22 ഇഞ്ച് എടുത്തേക്കുന്നത്. അങ്ങനെ നമ്മൾ ഫാബ്രിക്കിൻ്റെ ഹൈറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ 2 സൈഡും ഫോൾഡ് ചെയ്തല്ലേ, അപ്പോൾ നമ്മൾ 2 സൈഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. അതായത് നമ്മൾ 8 പാനൽ പീസസ് സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്യാം. സോ നമ്മളങ്ങനെ 8 പാനൽസ് ആയിട്ട്, അതായത് 8 ഫാബ്രിക് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിൽ എത്രയാണ് വിട്ട് കൊടുക്കേണ്ടത്, താഴെ എത്രയാണ് ഇക്വേഷൻ പ്രകാരം കൊടുക്കേണ്ടത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. സോ ആദ്യം തന്നെ ഞാൻ മുകളിലത്തെ മെഷർമെൻറ്റ് നോക്കുകയാണ്. അത് 10 ഇഞ്ചാണ്. അതിൻ്റെ നേരെ സെൻറ്റർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുകയാണ് കേട്ടോ. നമ്മൾ 8 പാനലല്ലേ ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 8 ചെയ്യുക. അന്നേരം നമുക്ക് കിട്ടുന്നത് 3.1 ഇഞ്ചാണ്. സോ ഈ 3.1 ഇഞ്ചിൻ്റെ നേരെ ഹാഫ് നമ്മൾ ഇതേപോലെ ടേപ്പ് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. അന്നേരം നമുക്ക് 1.5 ഇഞ്ച് കിട്ടും.
ഈ 1.5 ഇഞ്ച് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സെൻറ്റർ പോയിൻറ്റിൻ്റെ രണ്ട് സൈഡിലോട്ട് മാർക്ക് ചെയ്യുക. സോ ഇപ്പം മുകളിലത്തെ വിഡ്ത്ത് നമുക്ക് 3.1 ഇഞ്ച്, അതായത് 1-2 ഇഞ്ച് കറക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, കറക്റ്റ് 3.12 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്റർ പോയിൻ്റ് എടുത്തിട്ട് അതിൻ്റെ ഹാഫ് രണ്ട് സൈഡിലോട്ടും കൊടുത്തു കേട്ടോ. ഇനി ഈ 3.1 ഇഞ്ചിൻ്റെ 3 ഇരട്ടി എടുക്കുക. അതിനുവേണ്ടി വീണ്ടും അതിൻ്റെ ഓപ്പോസിറ്റ് പോർഷൻ്റെ സെൻറ്റർ പോയിൻ്റ് ഇതേപോലെ നമ്മൾ കണ്ടുപിടിക്കുക. 10 ഇഞ്ചായിരുന്നു, അപ്പം സെൻറ്റർ പോയിൻ്റ് എടുക്കുമ്പോൾ 5 ഇഞ്ച് വരും. 3.1ൻ്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോഴത്തേക്കും 9.3 ഇഞ്ചാണ്. സോ 9.3 ഇഞ്ചിനെ നമുക്ക് താഴെ മാർക്ക് ചെയ്യണം. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യുക, അതിൻ്റെയും സെൻറ്റർ പോയിൻ്റ് നേരെ ഹാഫ് എടുത്തു. അപ്പം നമുക്ക് അത് രണ്ട് സൈഡിലോട്ട് 4.5 ഇഞ്ച് രണ്ട് സൈഡിലോട്ടും, ആ താഴത്തെ സെൻറ്റർ പോയിൻ്റ് കണ്ടുപിടിച്ചില്ലേ അതിൻ്റെ രണ്ട് സൈഡിലോട്ടും നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെയും ടോട്ടൽ വിഡ്ത്ത് എടുക്കുമ്പോൾ കറക്റ്റ് 9.3 ഇഞ്ച് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്റർ പോയിൻ്റ് കണ്ടുപിടിച്ചിട്ട് രണ്ട് സൈഡിലും നമുക്ക് കിട്ടിയ വാല്യൂൻ്റെ നേരെ ഹാഫ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ മേളിൽ കണ്ടുപിടിച്ച രണ്ട് പോയിൻറ്റ്സ്, അതായത് മേളിൽ കണ്ടുപിടിച്ച പോയിൻറ്റും താഴെ കണ്ടുപിടിച്ച പോയിൻറ്റും കൂടി ഒരു സൈഡിൽ ഇതേപോലെ ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ പോയിൻറ്റ്സും തമ്മിൽ നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കുന്നുണ്ട്. ഇതേപോലെ ഇത്രയേ ഉള്ളൂ മെഷർമെൻറ്റ്സ്. നമുക്ക് എത്രയാണോ പാനൽസ് എടുക്കുന്നത് അതിന് വേസ്റ്റ് റൗണ്ട് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ആ കിട്ടുന്ന വാല്യൂൻ്റെ അതായിരിക്കണം മേളിൽ കൊടുക്കുന്നത്. അപ്പോൾ ആ വാല്യൂൻ്റെ 3 ഇരട്ടി ആയിരിക്കണം നമ്മൾ താഴെ കൊടുക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു സീം അലവൻസ് കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും ടോട്ടൽ 1 ഇഞ്ചാണ് എടുത്തത്. സോ രണ്ട് സൈഡിലും ഹാഫ് ഇഞ്ച് വെച്ചിട്ടായിരിക്കും സീം അലവൻസ് വരുന്നത് കേട്ടോ. അതാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. പിങ്ക് ലൈൻ കൊണ്ട് എടുക്കുന്നതാണ് സീം അലവൻസ്, ബ്ലൂ ലൈനാണ് നമ്മുടെ മാർക്കിംഗ് മെഷറിംഗ് ലൈൻസ്. സോ ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒരു പാനൽ പീസ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ 7 പാനൽ പീസ് ചെയ്യണം. അപ്പം ഞാൻ എന്താ ചെയ്യുക, ആ 7 പീസും വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് നമ്മളിപ്പം കട്ട് ചെയ്തെടുത്ത പാനൽ പീസ് വെച്ച് ഒരുമിച്ചങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്കിനി ട്രേസ് ചെയ്തങ്ങ് എടുക്കാം. അങ്ങനെ 8 പാനൽസും ഇതേപോലെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഹാഫ് സർക്കിളിൽ കിടക്കുന്നുണ്ടോ, കറക്റ്റ് ഷേപ്പിൽ കിടക്കുക. ഇനി ഓരോ പീസും നമ്മൾ ഇതേപോലെ സൈഡ് അറ്റാച്ച് ചെയ്തെടുക്കണം. സോ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇനി ലൈനിങ് പീസാണ്. ലൈനിങ് പീസും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ പാനൽ മെത്തേഡിൽ ചെയ്യാം. പാനൽസ് വേണമെങ്കിൽ കുറച്ചിട്ട് നമ്പർ ഓഫ് പാനൽസ് ഇപ്പോൾ 4 വെച്ചിട്ട് ചെയ്താൽ മതിയാകും. ഞാനിവിടെ ഹാഫ് സർക്കിൾ മെത്തേഡിൽ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. സോ അതിനായിട്ട് ഞാൻ 1.5 മീറ്റർ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഒരു വട്ടം ഫോൾഡ് ചെയ്യുക, അതിനുശേഷം കോണോട് വീണ്ടും ഒരു ഫോൾഡ് കൊടുക്കുക. ഇനി എൻ്റെ റേഡിയസ് ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം ഹാഫ് സർക്കിൾ മെത്തേഡ് ഇക്വേഷൻ സർക്കംഫറൻസ് ബൈ പൈ. സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേസ്റ്റ് റൗണ്ട് ആണ്. അപ്പോൾ 25 ഡിവൈഡ് ബൈ 3.14. ആ കിട്ടുന്ന വാല്യൂ ആണ് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. സോ അപ്പം നമുക്ക് വേസ്റ്റ് റൗണ്ട് കിട്ടും. ഇനി എന്താണ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം സ്കേർട്ടിൻ്റെ ലെങ്ത് ആണ് ഞാനിവിടെ 20.5 ഇഞ്ചാണ് എടുക്കുന്നത്. നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തില്ലേ, അവിടുന്ന് വേണം താഴത്തോട്ട് 20.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാൻ. അതിനുശേഷം ആ മാർക്ക് ചെയ്ത പോയിന്റും നമ്മുടെ ടേപ്പ് കോർണർ പോയിന്റിലോട്ട് ഫിക്സ് ചെയ്തിട്ട് 20.5, അതായത് കോർണറിലോട്ട് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ടോട്ടൽ ലെങ്ത് എത്രയാണോ അത് ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത് നമ്മുടെ ഹെം പോർഷൻ കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഹാഫ് സർക്കിളാണ് ലൈനിങ്ങിന് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം തന്നെ പാനൽ മെത്തേഡ് തന്നെ ലൈനിങ്ങിനും ചെയ്യാം. വേണമെങ്കിൽ പാനൽസിൻ്റെ നമ്പേഴ്സ് കുറച്ചാൽ മതി. നമ്മൾ മെയിൻ സ്കേർട്ടിന് 8 പാനൽസ് ആണല്ലോ ചെയ്തത്. ലൈനിങ്ങിന് വേണമെങ്കിൽ ആ സെയിം ഇക്വേഷനിൽ തന്നെ 4 പാനൽസ് ഇട്ട് കൊടുത്താൽ മതിയാവും. സോ അങ്ങനെ ഹാഫ് സർക്കിൾ സ്കേർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെന്താ ചെയ്യുക, നമ്മൾ ഓൾറെഡി അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന മെയിൻ സ്കേർട്ട് ഉണ്ടല്ലോ, പാനൽസ് നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തോട്ട് നമ്മൾ ലൈനിങ് പീസ് വെക്കുക. എന്നിട്ട് അതിൻ്റെ വേസ്റ്റ് പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.